അനിൽകുമാർ പറഞ്ഞതിനെ കുറിച്ച് പത്മകുമാറിന് മാത്രമേ വിവരമുള്ളൂ. ഇവിടെ വ്യക്തതയുള്ള കാര്യം മുമ്പ് തന്നെ പൊതുമണ്ഡലത്തിൽ പറയുകയും ഞാനടക്കമുള്ള ആളുകൾ പൊതുമണ്ഡലത്തിൽ ചോദിക്കുകയും ചെയ്ത കാര്യമാണ്. യഥാർത്ഥ പ്രശ്നം എന്താണ്? ശബരിമലയില് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് തന്ത്രിയാണ്. ഇതേ തന്ത്രി തന്നെ താന്ത്രിക സ്ഥാനം വഹിക്കുന്ന ബാംഗ്ലൂരിലെ ശ്രീരാംപൂർ ക്ഷേത്രത്തിലെ ഒരു ശാന്തിക്കാരനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ബന്ധത്തിലാണ് 2004 ഈ തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശ്രീശാന്തിയുടെ പരികർമ്മിയാക്കിയത്. അമ്പലക്കട ഉദ്ഘാടനായ ഒരു ശ്രീശാന്തിയുടെ പരികർമ്മിയാക്കി മാറ്റി. അതിനുശേഷം 2007 തന്നെ ഇദ്ദേഹത്തെ ശ്രീകോവിലിനുള്ളിൽ കയറ്റി. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡിന്റെ കാലത്ത് അവതരിക്കുന്നത് സ്പോൺസർ പോറ്റിയായിട്ടാണ്. ആ സ്പോൺസർ പോറ്റി ആകുന്നതിനൊക്കെ ശബരിമല തന്ത്രിയുടെ വലിയ പിന്തുണയുണ്ട്. ഇപ്പൊ തന്നെ ഈ ദ്വാരപാല വിശപ്പങ്ങളാണെങ്കിലും അവിടുത്തെ പടിയാണെങ്കിലും വാതിലുകളാണെങ്കിലും നവീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്ത്രി കത്ത് കൊടുത്തു. 2013 കൊടുത്ത കത്തിന്റെ ബലത്തിലാണ് 2019 അത് നവീകരിക്കപ്പെട്ടതെന്നുള്ളതിന്റെ കണക്കുകളൊക്കെ കൃത്യമായ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പല വിവരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ശ്രീ അനിൽകുമാർ, അവിടെ ഈ തന്ത്രി പറയുന്നത് ഈ ദേവസ്വം ബോർഡാണ് ഇതിന്റെ എല്ലാം കസ്റ്റോഡിയൻ, തനിക്ക് താന്ത്രിക കർമ്മങ്ങൾ മാത്രമാണ് താൻ ശബരിമല ചെയ്യുന്നത് എന്നാണ് ഈ തന്ത്രി പറയുന്നത്. അതെ, നമ്മുടെ മുമ്പിലുള്ള ബോധ്യം എന്താണ്? ശബരിമലയിലെ ഗോവർദ്ധനും ഭണ്ഡാരിയും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറ തന്ത്രിയാണ്. ഈ സ്വർണം കട്ടുകൊണ്ടുപോയി പോറ്റി ആ സ്വർണം ഏൽപ്പിച്ചു കൊടുത്ത ഗോവർദ്ധന്റെ കടയാരെ ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നവംബർ മാസം 6-ാം തീയതി ഞാൻ ഉയർത്തിയ ചോദ്യമാണിത്. 60 ദിവസം മുമ്പ്. അതായത് ഈ കേസിലെ സ്വർണം അപകരിച്ചുകൊണ്ടുപോയി മോഷ്ടിച്ചുകൊണ്ടുപോയി അത് സൂക്ഷിച്ചു വെച്ച കട ഉദ്ഘാടനം ചെയ്തത് തന്ത്രിയാണ്. വെറുതെ വരുമോ? തന്ത്രിക്ക് ബന്ധമില്ലാതെ വരുമോ? ഉണ്ണികൃഷ്ണൻ പറ്റിയുമായിട്ട് മാത്രമല്ല, ഗോവർദ്ധനുമായിട്ടും തന്ത്രിക്ക് ബന്ധം. അപ്പൊ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് തന്ത്രി എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് ആരാണ്? നമ്പർ 1 തന്ത്രി, നമ്പർ 2 പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ്, അജയ് തറിൽ ഉൾപ്പെടുന്ന സംവിധാനം. അതിനുശേഷം ശബരിമലയിൽ ഈ ജോലികൾ ചെയ്തു വന്ന ഒരു കൂട്ടം എന്താ ചെയ്തത്? അവിടുത്തെ കൊടിമരം 2016 മാറ്റി സ്ഥാപിക്കുന്നു. അതിനുവേണ്ടി സ്വർണം പിരിക്കുന്നു, പിരിവിന്റെ തർക്കം വരുന്നു. ആ കൊടിമരം സ്ഥാപിക്കപ്പെട്ട അപ്പം തന്നെ അതിലേക്ക് മെർക്കുറി ഒഴിക്കുന്നു. 2017 പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കൊടിമരം സ്ഥാപിച്ചു കഴിക്കുമ്പോൾ മെർക്കുറി ഒഴിക്കുന്നു. ശബരിമലയിലാകാൻ മെർക്കുറി ഒഴിച്ചത്? സാധാരണ ഇതിൽ ഏതെങ്കിലും അമ്പലത്തിൽ മെർക്കുറി ഒഴിക്കാറുണ്ടോ? കൊള്ള മുതൽ പങ്കുവെക്കുന്ന തർക്കമായിരുന്നത്. പക്ഷെ അത് അന്വേഷിച്ചില്ല. അന്താക്കാർ 2 പേരാണ് അവരെ വെറുതെ വിട്ടു. ഇതിന്റെ ഉള്ളിലൊക്കെ വളരെ ഗൗരവതരമായ കാര്യങ്ങളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യയുടെ ബോർഡ് അംഗങ്ങൾ ഈ തന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന ഈ കുറ്റകൃത്യത്തെ തടയുന്നതിൽ പരാജയപ്പെട്ടു. അത് വസ്തുതാപരമായി ശരിയാണ്. അതിനപ്പുറമുണ്ടോ എന്ന് കുറ്റപത്രം വരുമ്പോൾ അറിയാം. തന്ത്രി ഒന്ന്. ഇനി ഒരു പക്ഷേ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് 9 വിധിന്യായങ്ങളുണ്ട്. ആ 9 കോടതിയിൽ സമർപ്പിച്ച 9 വിധിന്യായങ്ങളിലും എവിടെയും തന്ത്രിയുടെ പേര് പറയുന്നില്ല. അതെ, തന്ത്രിയുടെ പേരിന്റെ പ്രശ്നം എന്താണ്? അതിന്റെ വസ്തുതകളിലേക്കും തെളിവിലേക്കും എത്തുന്ന ഘട്ടത്തിലാണ് പേര് പറയുക. ഞാൻ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. അവിടുത്തെ കട്ടളപ്പാടുകൾ നീക്കം ചെയ്യുമ്പോഴും അവിടെ വെക്കുമ്പോഴും ആഘോഷമായിട്ട് അവിടെ നിൽക്കുന്നതിന് അധ്യക്ഷത വഹിക്കുന്ന ഒരു അദ്ദേഹം ഉണ്ടല്ലോ, ഹൈക്കോടതിയുടെ കമ്മീഷണർ സി കുറുപ്പ്. ഈ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണല്ലോ 2015-16 അവിടുത്തെ കൊടിമര പുനഃപ്രതിഷ്ഠ നടന്നത്. ഇപ്പൊ ഈ 2019 നടക്കുന്ന പ്രക്രിയയ്ക്കും തന്ത്രിയെ പോലെ തന്നെ നിയമപരമായി ചുമതലപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രീ കുറുപ്പടക്കമുള്ള ആളുകൾ അവിടെ ഇല്ലേ? 2019 ശബരിമലയുടെ ചുമതലയുള്ള ദേവസ്വത്തിന്റെ എസ് പി അവിടെ ഇല്ലേ? ഇവർക്കൊക്കെ ഉത്തരവാദിത്തമില്ലേ? ഇവരെ അറിയാതെയാണ് ഈ കാര്യം നടന്നത്. നമ്മുടെ സമൂഹത്തിനകത്ത് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കള്ളന്മാരെന്ന് വിളിക്കാൻ,
എതിരാളിക്കൊരു അവസരം ഉണ്ടായ തരത്തിൽ ഈ ഒരു കേസ് ഉയർന്നു വന്നു. പക്ഷെ ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്. വസ്തുതകളായി അതിന്റെ കുറ്റവാളികളിലേക്ക് പോകണം. ഇതാ കുറ്റവാളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഖുറാന്റെ പറമ്പിൽ സ്വർണം കിടത്തിയെന്ന് കേട്ടൊരു നാടാണ് കേരളം കേട്ടോ. ഖുറാന്റെ പറമ്പിൽ സ്വർണം കിടത്തി ആരാണ് ആരോപിച്ചത്? ശ്രീ കെ എം ഷാജി. വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കേരളത്തിൽ തന്നെ നിയമപരമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടും എന്നതിന്റെ തെളിവാണ് ഫലപ്രദമായ അന്വേഷണം. ഈ അന്വേഷണത്തെയാണ് പ്രതിപക്ഷം വെല്ലുവിളിച്ചത്.